ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. അങ്ങനെ ഭൂമിക മേഡം അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റാതെ കൈലാസിനോട് ഓവറായിട്ട് താൻ സ്നേഹിക്കുമ്പോൾ, അതായത് തന്റെ ആ ഒരു മറച്ചു വെച്ചിരിക്കുന്ന രഹസ്യം ഒരിക്കലും ആരും അറിയരുതെന്ന് വിചാരിച്ചിട്ട് ഭൂമിക മേഡം അവിടെ നിന്ന് മനസ്സോടെ പോവാട്ടോ. അപ്പൊ എല്ലാവരും ചോദിക്കുന്നുണ്ട് എന്തിനാ മേഡം പോകുന്നതെന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും, അവിടെ ഹോസ്റ്റലിൽ പെണ്ണുങ്ങളുടെ ഹോസ്റ്റലല്ലേ, ഞാൻ ഇല്ലാതായിക്കാൻ എന്തെങ്കിലും സംഭവിച്ച ആ പെൺപിള്ളയുടെ മാതാപിതാക്കൾക്ക് ഞാൻ വേണ്ട സമാധാനം പറയാൻ എന്നെ വിശ്വസിച്ചിട്ടല്ലേ അവരുടെ അമ്മയും അച്ഛനൊക്കെ അവരവിടെ നിർത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പോയേ പറ്റൂ. ഇവിടുന്ന് പോവാൻ ഒട്ടും ഇഷ്ടമുണ്ടായിട്ടല്ല. 2 ദിവസം തന്നെ നിങ്ങൾ തന്ന സ്നേഹം തന്നെ എനിക്ക് ധാരാളമാണ്. ഇനിയുള്ള കാലം എനിക്ക് ആലോചിക്കാനായിട്ട് ഇനിയും സമയം കിട്ടുമ്പോൾ ഞാൻ തീർച്ചയായിട്ടും വരാം എന്നൊക്കെ പറഞ്ഞ എല്ലായിടത്തും യാത്ര പറഞ്ഞ് ഭൂമിക മേഡം പോവാട്ടോ. അപ്പൊ കൈലാസിന് എന്തൊക്കെ സംശയം തോന്നുന്നുണ്ട്. ഭൂമിക മേഡം തന്നോട് വല്ലാത്തൊരു അടുപ്പം കാണിക്കുന്നുണ്ട്. ഒരു അമ്മ മകനോട് കൊടുക്കുന്ന വാത്സല്യം എന്താണോ ആ രീതിയിലാണ് ഭൂമിക മേഡം തന്നെ നോക്കുന്നതും കാണുന്നതും സംസാരിക്കുന്നതല്ല. മറ്റെല്ലാവരോടും ഭൂമിക മേഡത്തിന് സ്നേഹവും അതുപോലെ തന്നെ മറ്റുള്ളവരെ ചേർത്ത് പിടിക്കുന്നൊക്കെ ഉണ്ട്. സ്നേഹവും വാത്സല്യമൊക്കെ എല്ലാവരോടും ഉണ്ട്, ശരി തന്നെയാണ്. പക്ഷെ കൈലാസിനോട് ഒരു പ്രത്യേക ഇഷ്ടമുണ്ടെന്ന് കൈലാസിനെ തന്നെ മനസ്സിലാവുന്നുണ്ട് കേട്ടോ. അതിനുശേഷമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചേട്ടനാണെങ്കിൽ ഒരു സമാധാനം ഇല്ല. പാർവതി ചേട്ടനോടൊന്ന് പോകാൻ പോകുമ്പോ കൂട്ടുകാരൻ പറയണ്ട്, എടാ നീ ഇവിടുന്ന് പോയാൽ എങ്ങനെ ശരിയാവും? നിന്റെ അച്ഛന്റെ അമ്മയുടെ ഒക്കെ മനസ്സിൽ നിന്റെ സ്ഥാനം ഇപ്പൊ എന്താന്ന് നീ അറിഞ്ഞല്ലോ. എടാ അവര് നിനക്ക് മാപ്പ് തന്നാൽ മാത്രമേ നീ ഈ ജീവിതത്തിൽ രക്ഷപ്പെടുള്ളൂ, അല്ലെങ്കിൽ നിന്റെ ജീവിതം എവിടെ എത്തത്തില്ല. നീ ഇപ്പൊ തന്നെ കണ്ടില്ലേ അവരുടെയൊക്കെ ശാപവും അവരുടെ ആ ഒരു വിഷമമൊക്കെ തലക്ക് മുകളിൽ ഉള്ളതുകൊണ്ടാണ് നീ ഇങ്ങനെ തന്നെ നിൽക്കുന്നത്. അതുകൊണ്ട് നീ അവരുടെ കാലിൽ പിടിപ്പിച്ച് മാപ്പ് പറ, അവര് തീർച്ചയായിട്ടും നിന്നോട് ക്ഷമിക്കും എന്ന് കൂട്ടുകാരൻ പറയുമ്പോഴേക്കും ചേട്ടാ കാർത്തിക് പറയണ്ടില്ലടാ, ഞാൻ പോകുന്നില്ല. എന്നെ കണ്ടു കഴിഞ്ഞാൽ അച്ഛനും അമ്മനും ദേഷ്യമാകും, അച്ഛനും അമ്മയ്ക്കും എന്നോട് ദേഷ്യം കൂടും, എന്നോട് അവരൊരിക്കലും ക്ഷമിക്കില്ലടാ. നീ വിചാരിക്കുന്ന പോലെയല്ല. ഞാൻ കാരണമാണല്ലോ ലക്ഷ്മിക്ക് നല്ലൊരു ജീവിതം കിട്ടിയത് പോലും വേണ്ടെന്നായത്. അവൾ ഇങ്ങനെ നിൽക്കാൻ കാരണം ഞാൻ തന്നെയാണല്ലോ. ഞാൻ എന്റെ ജീവിതം സുഖം നോക്കി പോയതുകൊണ്ടല്ലേ ലക്ഷ്മി ഇങ്ങനെ നിൽക്കേണ്ടി വന്നത്. പാവം പാറു, അവൾ ഈ പ്രായത്തിൽ എത്രമാത്രം തലയിൽ ഭാരം എടുത്തു വെക്കുന്ന വീട്ടിലെ ചെലവിന്റെ കാര്യങ്ങളൊക്കെ അവളാണ് നോക്കുന്നത്. പിന്നെ ചേച്ചിക്ക് നല്ലൊരു വിവാഹാലോചന വരാനും ചേച്ചിയുടെ വിവാഹം നടത്താൻ വേണ്ടി 3 വർഷം അടുപ്പിച്ച് കലശെടുക്കുന്നു. അവള് അത്രമാത്രം ചെയ്യുമ്പോൾ ഞാൻ ആ കുടുംബത്തിന് വേണ്ടി എന്താടാ ചെയ്തേക്കുന്നത്? അതുകൊണ്ട് ഞാൻ ഇല്ലടാ, ഞാൻ പോകുവാണ്. എടാ നീ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ ഞാൻ നിന്നോട് ഒരിക്കലും ഒരു കൂട്ടു ഉണ്ടാവില്ല. ശരി, നിനക്ക് നിന്റെ അച്ഛനും അമ്മയുടെ മുഖത്ത് നോക്കാൻ പറ്റുന്നില്ലെങ്കിൽ നീ ഒരു കാര്യം ചെയ്യ്, നീ പാർവതിന്റെ അടുത്ത് കണ്ട് സംസാരിക്കുക. പാർവതിക്ക് നിന്നോട് ദേഷ്യവും ഇതൊന്നും ഉണ്ടാവുന്ന എനിക്ക് തോന്നുന്നില്ല. കാരണം ആ കുട്ടി പറഞ്ഞത് കേട്ടില്ലേ, അവൾക്ക് അവളുടെ ചേട്ടനോട് ഒരു ദേഷ്യവും ഇല്ല, അവളുടെ ചേട്ടൻ വന്നിരുന്നെങ്കിലോ എന്ന് അവൾ ആഗ്രഹിക്കുന്നുണ്ടെന്ന്. അതുകൊണ്ട് നീ എന്തായാലും പാർവതി അടുത്തെങ്കിലും സംസാരിക്കാൻ വേണ്ടി പറയണടാ. എനിക്ക് അവളുടെ മുഖത്ത് നോക്കാനും വയ്യടാ. അവള് എന്നെ വഴക്കൊന്നും പറയില്ലായിരിക്കും, പക്ഷെങ്കിലും അവളെ കുറിച്ച് ആലോചിക്കുമ്പോഴും എനിക്ക് വിഷമമുണ്ട്. അവൾക്ക് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ജീവിതം കിട്ടേണ്ട സമയമില്ലടാ, ഇത് പാഴായി പോയിക്കൊണ്ടിരിക്കണം. ഇനി ചേച്ചിയുടെ വിവാഹം അതൊക്കെ കഴിഞ്ഞ് ഇനി അവളുടെ വിവാഹമൊക്കെ ആകുമ്പോഴേക്കും അവൾക്ക് എങ്ങനെയാടാ, അപ്പോഴേക്കും ഒരു പ്രായമാവില്ലേ. എടാ തന്നെയാ പറഞ്ഞത്, നീ അവളോടൊന്ന് പോയി സംസാരിക്കാൻ എന്ന് പറയണം. അങ്ങനെ നീ അത് കഴിയാണ്ട് ഇവിടുന്ന് പോകണ്ടെന്ന് കൂട്ടുകാരൻ പറയാണ്. ശരി എന്ന് വിചാരിച്ചിട്ട് കാർത്തിക്കും അവിടെ നിൽക്കുന്നുണ്ട്. ശേഷം നേരിട്ട് കാർത്തിക്കിനെ പാർവതി അടുത്ത് സംസാരിക്കാനോ കാര്യങ്ങളൊന്നും അവതരിപ്പിക്കാൻ പറ്റാത്തത് കൊണ്ട് ഒരു പേപ്പർ എടുക്കുകയാണ്. പേപ്പറിൽ വലുതാ, അതായത് പേപ്പറിൽ ഒരുപാട് ഇങ്ങനെ എഴുതാട്ടോ. പാർവതി, ഇത് ഞാനാ, നിന്റെ പ്രിയപ്പെട്ട ചേട്ടനാണ്, ഞാൻ ഇവിടെയൊക്കെ തന്നെയുണ്ട് പാറു. അച്ഛനും അമ്മയും ഫേസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരാത്തതാണ്. എനിക്ക് മാപ്പ് തരണം പാറു, ഞാൻ ചെയ്ത തെറ്റ് എത്രമാത്രമാണെന്ന് എനിക്ക് മനസ്സിലായി. എനിക്ക് നിങ്ങളെയൊക്കെ സ്നേഹിക്കാനൊക്കെ ഒരു അവസരം കൂടി തരണം, ഞാൻ ചെയ്ത തെറ്റ് ഞാൻ തിരുത്താം എന്നൊക്കെ പറഞ്ഞ് വലിയൊരു ലെറ്റർ ആയിട്ട് എഴുതുവാട്ടോ. അപ്പൊ കൂട്ടുകാരും ചോദിക്കണ്ടേ, എന്താണ് നീ എഴുതുന്നത്? എടാ പാർവതിക്ക് ലെറ്റർ എഴുതുവാണ്. എടാ നിന്റെ അനിയത്തിനോട് സംസാരിക്കാൻ നിനക്ക് ലെറ്ററിന്റെ ആവശ്യമുണ്ടോ? നീ നേരിട്ട് സംസാരിക്കടാ. ഇല്ലടാ എനിക്ക് അതിനെ കഴിയില്ലടാ, നിനക്ക് എന്റെ സിറ്റുവേഷൻ മനസ്സിലാവാത്തതാണ്. ഇങ്ങനെയൊക്കെ പറയാൻ ആർക്കും പറ്റും, പക്ഷെ സിറ്റുവേഷൻ നിന്നിട്ട് ചിന്തിക്കുമ്പോഴേ ആർക്കും അതൊന്നും പറ്റില്ലടാ. അതുകൊണ്ട് ഞാൻ എന്തായാലും അവള് ഈ കത്ത് വായിക്കട്ടെ, അതിനുശേഷം എന്താ വെച്ചാൽ അവള് തീരുമാനിക്കുന്ന പോലെ ആയിരിക്കും ഞാൻ പെരുമാറുന്നത്. ശരി, നിന്റെ ഇഷ്ടം അതാണെങ്കിൽ ചെയ്തോ എന്ന് പറയാണ്. അങ്ങനെ കാർത്തിക് ലെറ്റർ എഴുതിയിട്ട് മാസ്ക് ഒക്കെ വെച്ചിട്ട് അമ്പലത്തിലേക്ക് പോവാട്ടോ. അപ്പൊ രാവിലെ തന്നെ അമ്പലത്തിലേക്ക് പാറും കൂട്ടുകാരികളും അതുപോലെ തന്നെ പ്രിയനും കൈലാസും എല്ലാവരും വന്നിട്ടുണ്ട് കേട്ടോ. ആ സമയത്താണ് നമ്മുടെ ചേട്ടൻ ഒരു ലെറ്റർ ആയിട്ട് അമ്പലത്തിലേക്ക് പോകുന്നപ്പോ നോക്കുമ്പോ പാർവതി അവിടെ നിൽക്കുന്നുണ്ടോ. പാർവതിന് ഒറ്റക്ക് കിട്ടുമ്പോഴേ ഈ ലെറ്റർ ഇടാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ പാർവതിന് ഒറ്റക്ക് കിട്ടാൻ വേണ്ടി ചേട്ടൻ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. അതേസമയം ഉത്സവത്തിന് ഒരുപാട് കടകളുണ്ട്. അത് വള, മാല, കമ്മൽ, അങ്ങനെ പല കടകളുണ്ട് കേട്ടോ. പാർവതിനെ പൈസയൊന്നും ചെലവാക്കില്ല. ആ പൈസയും വീട്ടുകാർക്ക് കൊടുക്കാലോ എന്ന് വെച്ചിട്ട് പാർവതി ഒന്നും വാങ്ങിക്കുന്നത്. അപ്പൊ കൂട്ടുകാരത്തികൾ ഓരോന്നൊക്കെ ഇങ്ങനെ വാങ്ങിക്കേണ്ട, പാറു ഇത് കൊള്ളാലേ എന്നൊക്കെ പറഞ്ഞ് വാങ്ങിക്കണം. പാർവതി ഇങ്ങനെ കരിവളയും കുപ്പിവളയൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. ചേച്ചിക്കും വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് പ്രിയൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ശേഷം പ്രിയനും ഒരു കടയിൽ നിന്ന് ഒരു കമ്മല് വാങ്ങിക്കുകയാണ്, ഒരു ജിമിക്കും കമ്മല് വാങ്ങിക്കുകയാണ്. ഈ കമ്മൽ അവൾക്ക് കൊടുക്കാം, എന്നിട്ട് പറയാം അവളുടെ ഗന്ധർവ്വൻ ഞാനാണെന്ന്. അതെ, അങ്ങനെ തന്നെ അവളെ പ്രപ്പോസ് ചെയ്യാം. അവളുടെ എല്ലാ സത്യങ്ങളും ഇന്ന് തുറന്നു പറയണം. അത് സാരില്ല, എന്തെങ്കിലും ആവട്ടെ, ഇന്ന് എന്തെല്ലാം തുറന്നു പറയും. അവളുടെ ഗന്ധർവ്വൻ ഞാനാണെന്ന് അവളോട് തുറന്നു പറയും.
പ്രിയം വിചാരിക്കുന്ന സമയത്ത് തന്നെ കൈലാസും അതേസമയം അവിടുത്തെ ഒരു കടയിൽ നിന്ന് തന്നെ ഒരു പാദസരം വാങ്ങിക്കാട്ടോ, ഒരു കൊലുസ് വാങ്ങിക്കാണ്. ഈ പാദസരം പാറുവിന് സമ്മാനമായിട്ട് കൊടുക്കാം. എന്നിട്ട് എന്റെ അഭ്യർത്ഥന അവളോട് തന്നെ പറയാം. അച്ഛനോട് പറഞ്ഞാൽ ചിലപ്പോൾ ശരിയായില്ലെങ്കിലും മുക്ത പറഞ്ഞ പോലെ ഈ കാര്യത്തിൽ അവളുടെ അഭിപ്രായവും അറിയണമല്ലോ. അവളുടെ അച്ഛനോട് പറഞ്ഞ അവൾക്ക് ഇപ്പൊ ഇഷ്ടമില്ലെങ്കിൽ പോലും അവളുടെ അച്ഛൻ പറഞ്ഞതിലെങ്കിൽ അവൾ ചിലപ്പോൾ സമ്മതിക്കുമായിരിക്കും. അങ്ങനത്തെ ഒരു സമ്മതമല്ലല്ലോ തനിക്ക് വേണ്ടത്. പാർവതിയുടെ വായി തന്നെ തനിക്ക് തന്നെ ഇഷ്ടമാണെന്ന് കേൾക്കണം. അതുകൊണ്ട് എന്തായാലും പാർവതിയുടെ ഇഷ്ടം തുറന്നു പറയണം. ഈ കൊലുസ് അവൾക്ക് സമ്മാനിച്ച് തന്റെ പ്രണയം തുറന്നു പറയണം എന്ന് കൈലാസം വിചാരിക്കാട്ടോ. അങ്ങനെ പ്രിയനാണെങ്കിൽ ഒരു ജിമിക്കും കമ്മലും അതുപോലെ തന്നെ കൈലാസ് പാദസരമായിട്ട് പാർവതിയുടെ അടുത്തേക്ക് പോവാൻ നിൽക്കുകയാണ്. അങ്ങനെ പാർവതി ഇങ്ങനെ നടന്നു വരുന്ന സമയത്താണ് ചേട്ടൻ ഈ പാർവതിനെ ഒറ്റക്ക് കാണുവാട്ടോ. അപ്പൊ ആ ലെറ്റർ പാർവതിയുടെ മുമ്പിലേക്ക് ഇങ്ങനെ ചുരുട്ടി എറിയാണ് ചേട്ടൻ. ശേഷം പാർവതി ആ ലെറ്റർ എടുക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. പാർവതി അത് കാണുന്നുണ്ട്, അവർ ചുരുട്ടിയ പേപ്പർ കാണുന്നുണ്ട്. പാർവതി ആ പേപ്പർ എടുക്കുകയാണ്. ശേഷം നിവർത്തി വായിക്കുമ്പോൾ ഞെട്ടിപ്പോവാട്ടോ. തന്റെ ചേട്ടൻ എഴുതിയ ലെറ്റർ ആണെന്ന് പാർവതിക്ക് മനസ്സിലാവണം. അത് വായിച്ചത് പാർവതി അവിടെയൊക്കെ തന്റെ ചേട്ടനെ തപ്പുവാണ്. അപ്പൊ അവിടെയൊന്നും കാണുന്നില്ല. പാർവതി കാണാതെ ഒളിച്ചു നിൽക്കുവാട്ടോ ചേട്ടൻ. ശേഷം പാർവതി പൊട്ടിക്കരഞ്ഞോണ്ട് ആ കത്ത് ഇങ്ങനെ വായിച്ച് ഇങ്ങനെ കരഞ്ഞോണ്ടിരിക്കുക കേട്ടോ. ആ സമയത്ത് നമ്മുടെ രുദ്രനാണെങ്കിൽ ഓരോരോ കാര്യങ്ങളുണ്ടായപ്പോ ഒപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പോലീസുകാർ അവിടേക്ക് വരുന്നുണ്ട്. രുദ്രനെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ രുദ്രനാണെങ്കിൽ ഇങ്ങനെ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല, ഞാൻ അങ്ങനെയൊന്നും പറയുമ്പോഴേക്ക് പോലീസ് പെടും തന്നെ കണ്ടാൽ അറിയാം താൻ ഉടായിപ്പാണെന്ന്. തന്നെ മുഖത്തിരിച്ചിട്ടുണ്ട് താനൊരു വലിയൊരു വലിയൊരു ഒരു വലിയ വില്ലനാണ് തന്നെ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ടെന്നൊക്കെ പോലീസുകാർ പറയുന്നുണ്ട്. രുദ്രാണെങ്കിൽ നാണം കെട്ടുപോകട്ടെ, വലിയ ഷോ ഒക്കെ കാണിച്ച് നിൽക്കായിരിക്കും ഉത്സവ പറമ്പിൽ. ആ സമയത്ത് തന്നെ പോലീസുകാരൊന്ന് വന്നിട്ട് രുദ്രനെ നല്ല കൊടയിൽ കൊടയണത്. അതേസമയം നമ്മുടെ പ്രിയനാണെങ്കിൽ തന്റെ ഗന്ധർവൻ ഈ ഉത്സവത്തിന് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് വേറൊരു ലെറ്റർ എഴുതുകയാണ്. ആ ലെറ്ററിൽ ഈ ജിമിക്കും കമ്മലും പൊതിഞ്ഞിട്ടുണ്ട്. ശേഷം നാളെ തന്നെ കാണാൻ വേണ്ടി വരും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ലെറ്റർ എഴുതി കൊടുക്കാണ് നമ്മുടെ പ്രിയൻ കേട്ടോ. അതേസമയം കൈലാസ് ആണെങ്കിൽ എന്തും വരട്ടെ എന്ന് പറഞ്ഞിട്ട് പ്രണയം തുറന്നു പറയാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ ആദ്യം പ്രണയം തുറന്നു പറയുന്നതിന് കൈലാസ് തന്നെയാണ് പ്രണയം തുറന്നു പറയുന്നത്. പക്ഷെ വിവാഹം കഴിക്കണത് നമ്മുടെ പ്രിയൻ തന്നെയാണ്. അങ്ങനെയാണ് ഇതിന്റെ റീമേക്കില്. പക്ഷേ കൈലാസിന്റെ കുഞ്ഞാണ് പാർവതിയുടെ വയറ്റിലുള്ളത്. അത് പാർവതിക്ക് അറിയില്ല, ഇപ്പോഴും അറിയില്ല, ആർക്കും അറിയില്ല. പാർവതിയുടെ വയറ്റിൽ ആരുടെ കുഞ്ഞെന്ന് പാർവതിക്കും അറിയില്ല. പാർവതി കേൾക്കുമ്പോൾ ഒരു ദിവസം പെട്ടെന്ന് അങ്ങനെ ഒരു കുഞ്ഞുണ്ട്, ഗർഭിണിയാണെന്നൊക്കെ അറിയുന്നു. പക്ഷെ തനിക്ക് അങ്ങനത്തെ ഒരു തെറ്റ് പറ്റിയിട്ടില്ലെന്ന് പാർവതി മറ്റുള്ളവർ പറയണമെന്നുണ്ട്. അപ്പൊ കൈലാസിനും അറിയില്ല തന്റെ കുഞ്ഞാണ് വയറ്റിലെന്ന് അറിയില്ലല്ലോ. പക്ഷെ പാർവതിക്ക് അങ്ങനെ ഒരു നല്ലൊരു ജീവിതം കിട്ടില്ലെന്ന് പ്രിയനെ മനസ്സിലായതുകൊണ്ടാണ് പ്രിയൻ പാർവതിനെ വിവാഹം കഴിക്കണം കേട്ടോ. അപ്പൊ കൈലാസ് പക്ഷേ വിവാഹം കഴിക്കൊന്നുമില്ല. പാർവതി ഗർഭിണിയെന്ന് അറിയുമ്പോ കൈലാസ് അവിടെ നിന്ന് ഒഴിഞ്ഞു പോവേ ഉള്ളൂ കേട്ടോ. അങ്ങനെ പാർവതിന് വിവാഹം ഒന്നും കഴിക്കത്തൊന്നുമില്ല. പക്ഷെ പ്രിയൻ അങ്ങനെയല്ല, പാർവതിയുടെ ജീവിതവും കൂടി നോക്കുന്നുണ്ട്. ഒരു കുഞ്ഞ് അതെന്താണ് എങ്ങനെയാണ് സംഭവിച്ചത് അവൾക്കും അറിയില്ല, ആർക്കും അറിയില്ല, തനിക്കും അറിയില്ല, ആർക്കും അറിയില്ല. പക്ഷെ ഒരു കുഞ്ഞല്ലേ, അതിനിപ്പോ വളർത്തുന്നതിനിപ്പോ എന്താ പ്രശ്നം? ആ കുഞ്ഞിവിടെ ജീവിക്കാൻ അവകാശമുണ്ട്. ആ കുഞ്ഞിന് തന്റെ കുഞ്ഞാണ് എന്ന് വിചാരിച്ചിട്ടാണ് പ്രിയൻ പാർവതിനെ വിവാഹമൊക്കെ കഴിക്കുന്നത്. പാർവതിയുടെ പോലും സമ്മതം ഇല്ലാതെയാണ് പാർവതിനെ വിവാഹം കഴിക്കുന്നത്. അത് എങ്ങനെയാന്നുള്ളത് ഞാൻ അടുത്ത റിവ്യൂ ആയിട്ട് പറയാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ഫ്രണ്ട്സ്. ടേക്ക് കെയർ, ബൈ ബൈ.